നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെള്ളിത്തിരയിലെ മിന്നും താരങ്ങളായ ചിലരുടെ ജീവിതത്തെക്കുറിച്ചാണ്. സിനിമയുടെ തിരക്കുകൾക്കിടയിലും അവർ തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ എങ്ങനെ കെട്ടിപ്പടുത്തു എന്ന് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും. സാധാരണ നമ്മൾ കാണുന്ന സിനിമാക്കാരുടെ ജീവിതത്തിന് അപ്പുറം കോടികളുടെ ബിസിനസ് ഇടപാടുകളിലൂടെ അവർ നേടിയ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വർഷം 2000 തുടക്കത്തിലാണ് ബോളിവുഡിൽ വിവേക് ഒബ്രോയ് എന്ന പുതിയ താരം തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. കബനി, സാത്തിയ തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ വിവേക് അഭിനയത്തിൽ മാത്രമല്ല ബിസിനസ് ലോകത്തും തന്റേതായ ഒരു പാത വെട്ടി തുറന്നിട്ടുണ്ട്. വെള്ളിത്തിരയിലെത്തി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഒരു ശക്തമായ ബിസിനസ് പോർട്ട്ഫോളിയോയും കെട്ടിപ്പടുത്തു. ഇപ്പോൾ നമ്മുടെ വിവേക് ഒബ്രോയ് ദുബായിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹം സ്വന്തമായി ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി വിജയകരമായി നടത്തുന്നുണ്ട്. ദുബായിലേക്ക് താമസം മാറിയതിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ വിവേക് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. കോവിഡ് മഹാമാരിയുടെ സമയത്താണ് താൻ ആദ്യമായി ഇവിടെ വരുന്നത്. അതൊരു താൽക്കാലിക താമസമായിരുന്നു. എന്നാൽ ആ അനുഭവം തനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ദുബായിലെ ജീവിത രീതിയും ബിസിനസ് സാധ്യതകളും തന്നെ ആകർഷിച്ചു. അങ്ങനെയാണ് പിന്നീട് തന്റെ കുടുംബത്തെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ താൻ തീരുമാനിച്ചതെന്ന് വിവേക് പറയുന്നു. കൂടാതെ UAE തന്റെ ആഡംബര റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് ഏകദേശം $7 ബില്യൺ അതായത് 58,000 കോടി ഇന്ത്യൻ രൂപയുടെ ആസ്തിയുള്ള പദ്ധതികൾ വികസിപ്പിക്കുന്നുണ്ടെന്നും വിവേക് വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല തന്റെ കമ്പനിക്ക് യാതൊരു കടബാധ്യതയില്ല എന്നും അദ്ദേഹം അഭിമാനത്തോടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇന്ന് വിവേക് ഒബ്രോയുടെ വ്യക്തിപരമായ ആസ്തി ഏകദേശം 1200 കോടി രൂപയാണെന്ന് കണക്കാക്കപ്പെടുന്നു. റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല വിവേകിന്റെ ബിസിനസ് തട്ടകം. വജ്ര ബിസിനസ്സായ സോളിറ്റാരിയോയിലും അദ്ദേഹത്തിന് വലിയ നിക്ഷേപമുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ കമ്പനിയും 95 തൊട്ട് 100 കോടി രൂപ വരുമാനം നേടിയെന്ന് വിവേക് ഒബ്രോയ് പറയുന്നു. ഇതുകൂടാതെ ഏകദേശം 30 ദശലക്ഷം പൗണ്ട് വിലമതിക്കുന്ന ഒരു പ്രീമിയം ജിൻ ബ്രാൻഡിലും വിവേക് ഒബ്രോയ് നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ആ ബിസിനസിന്റെ ഏകദേശം 21% ഓഹരിയും വിവേകിന് സ്വന്തമാണ് എന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ് വൈവിധ്യത്തെയാണ് കാണിക്കുന്നത്. ഇതുകൊണ്ടും തീരുന്നില്ല വിവേകിന്റെ ബിസിനസ് സാമ്രാജ്യം. 3400 കോടി രൂപ വിലമതിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന ഒരു ഫിൻടെക് ബിസിനസ്സിലും അദ്ദേഹം നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഈ സംരംഭത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലാണ്: വിദ്യാർത്ഥികളുടെ ഫീസ് കാര്യങ്ങളിൽ ധനസഹായം ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് താൻ ആരംഭിച്ചു. ഇതിന് ഈടൊന്നും നൽകേണ്ടതില്ലായിരുന്നു. ഇന്നതൊരു വലിയ സംരംഭമായി വളർന്നിരിക്കുകയാണ്. ഒരു B2B നെറ്റ്വർക്ക് വഴി തങ്ങൾ 12,000 സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും എത്തിച്ചേർന്നു. എന്നാൽ പിന്നീട് തങ്ങൾ ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധപ്പെടുകയും ആ ഡാറ്റ സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെയാണ് കമ്പനിയുടെ മൂല്യം ഏകദേശം $400 കണക്കാക്കിയത്. ഒരു നടൻ എന്നതിനപ്പുറം ഒരു ദീർഘവീക്ഷണമുള്ള സംരംഭകം കൂടിയാണ് വിവേക് ഒബ്രോയ് എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം നമ്മുടെ സ്വന്തം ലാലേട്ടൻ, മലയാളികളുടെ അഭിമാനമായ മോഹൻലാൽ അഭിനയത്തിൽ മാത്രമല്ല ബിസിനസ് ലോകത്തും ഒരു രാജാവ് തന്നെയാണ്. തിരുവനന്തപുരം, കൊച്ചി എന്നിങ്ങനെ കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ ലാലേട്ടന് സ്വന്തമായി നിരവധി ആഡംബര പ്രോപ്പർട്ടികളുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങൾ വളരെ വലുതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമെന്ന ഖ്യാതി നേടിയ ബുർജ് ഖലീഫയിൽ മോഹൻലാലിന് സ്വന്തമായൊരു ഫ്ളാറ്റ് വരെയുണ്ട്. ദുബായിലെ ബുർജ് ഖലീഫയുടെ 29ാം നിലയിലാണ് മോഹൻലാൽ ഒരു ആകർഷകമായ ഒറ്റമുറി അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കിയത്. 940 ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് ദുബായ് ഫൗണ്ടന്റെയും തിരക്കേറിയ നഗരത്തിന്റെയും അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും. ഏകദേശം 3.5 കോടി രൂപയാണ് ഈ അപ്പാർട്ട്മെന്റിന്റെ വില. താരത്തിന്റെ ഭാര്യ സുചിത്ര മോഹൻലാലിന്റെ പേരിലാണ് ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബുർജ് ഖലീഫയിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി വാങ്ങണമെന്ന് ലാലേട്ടൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നില്ല എന്നും അപ്രതീക്ഷിതമായി എടുത്തൊരു തീരുമാനമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അവധിക്കാലം ആഘോഷിക്കാനും സിനിമയുമായി ബന്ധപ്പെട്ട ജോലികൾക്കുമായി പലപ്പോഴും ദുബായിൽ എത്താറുള്ള മോഹൻലാലിന് അറേബ്യൻ റാഞ്ചസിന്റെ പരിസരത്ത് ഒരു മനോഹരമായ വില്ലയും PR ഹൈറ്റ്സ് റെസിഡൻസിയിൽ വിശാലമായ 3 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് സ്വന്തമായിട്ടുണ്ട്. ദുബായിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ വലുതാണെന്ന് ഇത് കാണിക്കുന്നു. 2022 കൊച്ചിയിലെ കുണ്ടന്നൂരിൽ മോഹൻലാലും സുചിത്രയും ഒരു ആഡംബര ഡ്യൂപ്ലെക്സ് അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കിയിരുന്നു. 15ഉം 16ഉം നിലകളിലായാണ് മോഹൻലാലിന്റെ ഈ ഫ്ളാറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് കൊച്ചി നഗരത്തിലെ ഏറ്റവും മികച്ച റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ മോഹൻലാലാണ്. ഒരു ചിത്രത്തിന് 8 കോടി മുതൽ 17 കോടി വരെയാണ് ലാലേട്ടൻ പ്രതിഫലം വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. സിനിമയ്ക്ക് പുറമെ പരസ്യങ്ങൾ, ഏഷ്യാനെറ്റിലെ പ്രശസ്തമായ ബിഗ് ബോസ് ഷോയിലെ അവതാരക വേഷം, സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനി എന്നിങ്ങനെ മോഹൻലാലിന്റെ വരുമാന സ്രോതസ്സുകൾ നിരവധിയാണ്. വിവിധ ബിസിനസ് സംരംഭങ്ങളിലും ലാലേട്ടൻ പങ്കാളിയാണ്. ബിഗ് ബോസ് ഷോയിൽ അവതാരകനായി എത്തുന്നതിന് മാത്രം മോഹൻലാൽ 18 കോടി രൂപയാണ് പ്രതിഫലമായി കൈപ്പറ്റുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട്. എല്ലാം കൂടി കണക്കാക്കുമ്പോൾ ഏകദേശം
421 കോടി രൂപയാണ് മോഹൻലാലിന്റെ ആകെ ആസ്തി എന്ന് പറയപ്പെടുന്നു. ഇത് മലയാള സിനിമയിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത ആസ്തികളിൽ ഒന്നാണ്. കൂടാതെ ലാലേട്ടന് ആഡംബര വാഹനങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. കഴിഞ്ഞ വർഷം 5 കോടി രൂപ വിലമതിക്കുന്ന ഒരു പുത്തൻ റേഞ്ച് റോവർ താരം സ്വന്തമാക്കിയിരുന്നു.